അപ്പോൾ ഗൈസ് ഇന്നലെ രാത്രി മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന നമ്മുടെ നെസ്ലൻ്റെ മൂവി കണ്ടു. ഒരുപാട് എന്ന് പറയണ്ട ഒട്ടും പ്രതീക്ഷയില്ലാതെ മൂവി കാണാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം റിവ്യൂലൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ലേഗ് ചെയ്തു, പടം നീട്ടി വലിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ആ ഒരു ഇതില്ല, 2.25 മണിക്കൂറുള്ള സിനിമ വെറും 2 മണിക്കൂർ താഴെ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിവ്യൂ കണ്ടു. അതുകൊണ്ട് തന്നെ പടത്തിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രി വെറുതെ ഇരുന്നപ്പോൾ പോകാമെന്ന് എഴുതിയിട്ട് സിനിമ കണ്ടു. മൂവി അവസാനിക്കുന്നത് ഏകദേശം ഒരു 2 മണിക്കാണ്. പക്ഷേ എന്നിട്ട് കൂടി ഒരു പൊടി പോലും എനിക്ക് ഉറക്കം വന്നില്ല എന്ന് മാത്രമല്ല, ഞാനും ആയാലും വൈഫായാലും എൻ്റെ മകൾ ഉറങ്ങി, ഞങ്ങൾ രണ്ടുപേർക്കും ഒട്ടും ഉറക്കം വന്നില്ല, ഒട്ടും ലേഖ തോന്നിയില്ല. പടം നല്ല ലെങ്തി പടമാണ്, പക്ഷേ നല്ല കിടിലം പടം. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എങ്ങനെ എടുത്തിട്ടുണ്ടോ അതേ രീതിയിലുള്ള ഫൺ എലമെൻറ്റും VFX ഗ്രാഫിക്സ് എലമെൻറ്റും ഒക്കെ വെച്ചിട്ട്, നല്ല അടിപൊളി മ്യൂസിക്കും ഒക്കെ വെച്ചിട്ട് നല്ലൊരു എൻ്റർടൈൻ പടമാണ്. നമ്മുടെ നെസ്ലിൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലാതെ അഭിനയം. ഈ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം എനിക്ക് രണ്ട് തോട്ടായിരുന്നു, പടത്തിന് പോകണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും പോകണം. പടം കണ്ടപ്പോൾ ആ തോട്ട് മാറിക്കിട്ടി. മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്, തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട മൂവി തന്നെയാണ്. മൂവിക്കുള്ളിൽ, അതായത് പ്രൊഡക്ഷനിലും മൂവി ഈ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ കുറേ അനുഭവങ്ങളൊക്കെയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിൽ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പടത്തിലെ എന്നാന്ന് പറയേണ്ടത്, നമ്മുടെ സോണി വയോ ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും ഓർക്കൂട്ട് ആയിക്കഴിഞ്ഞാലും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഫ്രഷ് ഫീൽ തോന്നി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പടത്തിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ ഗ്രാഫിക്സ്, VFX ഒക്കെ ഉപയോഗിച്ചത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ആരും ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ വശങ്ങളിലേക്കും കാര്യങ്ങളൊന്നും പോകുന്നില്ല. നല്ല ഡയറക്ഷനാണ്, ഒരു തരി പോലും ബോറടിക്കുന്നില്ല. ഇൻ്റർവെൽ വരെ പടം പോയത്, ലെങ്തി ആയിട്ടും കൂടി പടം പോയത് നമുക്ക് എന്താ പറയുക എങ്ങനെ പോയെന്ന് തോന്നില്ല. അത് മാത്രമല്ല, ഹാഫ് ടൈം വരെ നല്ല ചിരിക്കാനുണ്ടായിരുന്നു. ശരിക്കും ചിരിച്ച് ഒരുപാട്, തിയേറ്ററിൽ എല്ലാവരും ചിരി തന്നെയായിരുന്നു. അതായത് എല്ലാം ഒരുപാട് സീനൊന്നും ഇല്ലെങ്കിലും കൂടി വോയിസ് ഓവറിൽ നല്ല ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന സിനിമയാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. രണ്ടും രണ്ട് പ്ലോട്ടാണെങ്കിലും കൂടി ഇതൊരു മൂവീനെ പറ്റിയിട്ടുള്ള സിനിമയാണ്, സിനിമക്കുള്ളിലെ സിനിമ എന്ന് പറയാം, അങ്ങനെയാണ്. പക്ഷേ എന്നാലും കൂടി പടം നല്ല അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്. പോയി ഇപ്പം തന്നെ കണ്ട വയസ്സ്.